ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. ആദ്യമായി ഈ അയോധ്യ യാത്രയെ ആശീർവദിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും വേണ്ടി സംസാരിക്കുവാൻ വേണ്ടി ഞാൻ പൂജനീയ സ്വാമിജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ കഴിഞ്ഞ മാസം നടന്ന പ്രാണപ്രതിഷ്ഠാ സമയത്ത്, അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ സമയത്ത് ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഏകദേശം 24ഓളം സന്യാസിമാർ പങ്കെടുക്കുകയുണ്ടായി. വളരെ വലിയ നല്ലൊരു അനുഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു അയോധ്യ മുഴുവൻ ഒരു ഉത്സവ ലഹരിയാണ്. അത് ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവരും ഉത്സവ തിമിപ്പിലാണ്. ഞങ്ങളവിടെ കണ്ടു, എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ആളുകൾ വളരെയധികം ആഘോഷത്തോടു കൂടി തെരുവിലാണ്. ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഒരു നഗരം മുഴുവൻ ശ്രീരാമന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ശ്രീരാമൻ വീണ്ടും അയോധ്യയിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് അവിടെ അനുഭവപ്പെടാൻ. അങ്ങനൊരു അനുഭവമായിരുന്നു നമുക്ക് അവിടെ ഉണ്ടായത്. ഏകദേശം ഒരാഴ്ചയോളം ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. 7000ഓളം പേരാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തത്. ഇന്ത്യയിലെ വിവിധ സമ്പ്രദായങ്ങളിൽപ്പെട്ട ഏകദേശം 4000 സന്യാസിമാർ ആ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. വളരെ അവിസ്മരണീയമായ ഒരു സംഭവമായിരുന്നു. ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെയാണ് ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ 7000 പേര് പങ്കെടുത്തത്. ഈ അമിതാഭ് ബച്ചൻ, രജനീകാന്ത് തുടങ്ങിയ അഭിനയ മേഖലകളിലെ പ്രതിഭകളും സംഗീത രംഗത്തെ പ്രതിഭകളും ഒക്കെ പങ്കെടുക്കുകയുണ്ടായി. കൂടാതെ 4000 സന്യാസിമാരെ ആധ്യാത്മിക ആചാര്യന്മാർ. വലിയൊരു അനുഭവമായിരുന്നു. അയോധ്യ പുതിയൊരു അയോധ്യയായി മാറിയിരിക്കുന്നതാണ്. ഭഗവാന്റെ ഒരു ബിംബമാണ് നമ്മളെ അവിടെ സ്വീകരിക്കുന്നത്. പ്രധാനപ്പെട്ട കവാടം പ്രതിഷ്ഠയോടുകൂടി ഇന്ത്യക്ക് തന്നെ ഒരു പുതിയ മുഖച്ഛായ വന്നിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും തന്നെ അയോധ്യയിലേക്ക് പോവുകയും ഈ ഒരു അനുഭവം എല്ലാവരും പങ്കിടുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എന്തായാലും അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ ഒരു ബഹുജന പാർട്ടി ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. അതായത് ഈ ഒരു സംരംഭത്തിൽ എല്ലാവിധ ആശംസകളും. ഇനി ഈ അയോധ്യയില് പോകുന്ന ആൾക്കാരെ ഓരോരുത്തരായി വന്നിട്ട് അവർക്ക് സ്വാമി ഷാളുകൾ അണിയിക്കും. അതിൻ്റെ ഒപ്പം ആരതിയും കൂടിയിട്ട് ഒഴിയുക. അതാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വരും. അപ്പോൾ സ്വാമിജി ഷാളിടും, അതിൻ്റെ ഒപ്പം ആരതിയും കൂടി ഒഴിയുക. അതാണ് നമ്മൾ ഇനിയിപ്പോൾ അടുത്തൊരു പ്രക്രിയ. അപ്പോൾ ഓരോരുത്തരായിട്ട് പോകും. ഏറ്റവും മുതിർന്ന ഒരാൾ ചേച്ചി പോണ്ട കുറച്ചൊന്നും ഒതുങ്ങിട്ട് ഒരാൾ വരുന്നു. അമ്മമാര് കുറച്ച് പ്രായം അമ്മമാരായാലും ഇത് കൊടുങ്ങാട്ട് അപ്പുറത്ത് जय श्री राम, 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 जय श्री राम. राम 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 पाहि माम, राम 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 पाहि माम, राम 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 राम
രാമ പാഹി മാം രാമ 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 ചേച്ചി ആന വഴി കൊടുക്ക്. പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം കൊച്ചിനെ ബാക്കോട്ട് കൊടുക്കും. വരി പോവാനായിട്ട് രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം കുറെ പേരുള്ളതല്ലേ തൊട്ടൂടാ അത് ഒരു തൊട്ടുവരും. ആ തൊട്ടൂടെ ചേച്ചി.
Thank you.